എൻ്റെ അടുത്ത ചിത്രം ശ്രീ മോഹൻലാൽ ഒത്തുള്ളതാണ്. അതിൻ്റെ ഒരു കൃത്യമായ തീയതിയൊന്നും പറയാറായിട്ടില്ല. സ്ക്രിപ്റ്റിംഗ് ഇങ്ങനെ നടക്കുന്നു. കഴിഞ്ഞ ചിത്രങ്ങളിൽ എനിക്ക് സ്ഥിരമായി വർക്ക് ചെയ്യുന്നൊരു ടീമുണ്ട് എൻ്റെ കൂടെ. അവരെല്ലാവരും ഇത് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സംഗീതം രാഹുൽ രാജായിരിക്കും. അതാണ് ഒരു ചേഞ്ച് ഉള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ പറയാം. അല്ല, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചിരിക്കുന്ന ഒട്ടുമിക്കവാറും എല്ലാ സംവിധായകരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സംവിധായകന് കിട്ടാവുന്ന ഒരു ഡ്രീം ആക്ടറാണ് ശ്രീ മോഹൻലാൽ. വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വയം പരുവപ്പെടുന്ന, പാകപ്പെടുന്ന ഇതുപോലുള്ള മറ്റൊരു നടൻ നമുക്ക് വേറെ ഉണ്ടെന്ന്, ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ചിത്രവും കഴിയും തോറും അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രം കൂടി ചെയ്യാനുള്ള ആഗ്രഹം കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ചിത്രമായ ഫ്രോഡിൻ്റെ ക്ലൈമാക്സ് നടക്കുന്ന സമയത്താണ് എൻ്റെ മനസ്സിലുള്ള ഒരു തോട്ട് ഞാൻ അദ്ദേഹമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം തന്നെ ഞങ്ങൾക്ക് അടുത്ത സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ എത്തത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കെമിസ്ട്രി ഞങ്ങൾ തമ്മിലുണ്ട്. അത് അടുത്ത ചിത്രത്തിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മിസ്റ്റർ ഫ്രോഡ് എനിക്ക് തോന്നുന്നു എന്താ പറയുക, അത് ആ സിനിമ അർഹിക്കുന്നതിലും കൂടുതൽ തലത്തിൽ വിമർശിക്കപ്പെട്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജനപ്രീതി എന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഇത് കേരളത്തിൽ ഗ്രാൻഡ് മാസ്റ്ററിനേക്കാൾ കൂടുതൽ കളക്ഷൻ മിസ്റ്റർ ഫ്രോഡിനാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. പിന്നെ മാടമ്പിയിൽ കുറെ കൂടി ഇമോഷണൽ ആയിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. ശ്രീ മോഹൻലാൽ എപ്പോഴും എക്സൽ ചെയ്തിരുന്ന ചില ഏരിയകൾ അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ വരുമ്പോൾ വളരെ ഡൗൺ ടു എർത്ത് ആയിരുന്നു. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഒരു മിസ്റ്റർ ഫ്രോഡിൽ കുറെ കൂടി മോഹൻലാലിന്റെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിനെ, അദ്ദേഹത്തിന്റെ ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജിനെയാണ് ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ അതിനോടുള്ള ആളുകളുടെ വിയോജിപ്പാവാം അങ്ങനെയുള്ള വിമർശനത്തിന് കാരണം എന്നെനിക്ക് തോന്നുന്നു. അതിൽ എനിക്ക് വിഷയമില്ല. കാരണം ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഏറ്റവും സ്ട്രെന്വസ് ആയിട്ടുള്ള ഷൂട്ടുണ്ടായിരുന്നൊരു സിനിമയാണ്. പലതും പറയുന്ന കൂട്ടത്തിൽ അത് മറന്നു പോകുന്നു. ഇത്രയും സിനിമയുടെ പ്രമേയവുമായി ചേർന്ന് ഇത്രയും നല്ല രീതിയിൽ VFX കൈകാര്യം ചെയ്തൊരു സിനിമയില്ല. അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ സൈഡിലെ ഡീറ്റെയിലിംഗ് വളരെ നല്ലതായിരുന്നു. സിനിമാറ്റോഗ്രാഫി വളരെ നല്ലതായിരുന്നു. സ്റ്റണ്ട് കോറിയോഗ്രാഫി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിൻ്റെ മ്യൂസിക്കൽ സൈഡ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഡെഫിനറ്റായിട്ടും എനിക്ക് വലിയ സന്തോഷം തന്ന സിനിമയാണ് മിസ്റ്റർ ഫ്രോഡ്. അത് ഞാൻ യാതൊരു വിധത്തിലുള്ള റിഗ്രറ്റും എനിക്ക് ആ സിനിമയിലില്ല. പക്ഷേ എൻ്റെ ഓരോ മോഹൻലാൽ ചിത്രവും പ്രമേയത്തിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഒന്നിനൊന്നിനും പാടെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അടുത്ത സിനിമ ഇതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും. ഇറ്റ്സ് സെമി ഹ്യൂമറസ് കൈൻഡ് ഓഫ് ഫിലിം. അത് ആളുകൾ എൻജോയ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ NS മാധവൻ്റെ തിരുത്ത് എനിക്ക് സിനിമയാക്കാൻ വലിയ താല്പര്യമുള്ള ഒരു കൃതിയാണ്. മറ്റൊന്ന് രണ്ട് സംഗതികൾ മനസ്സിലുണ്ട്, ചെയ്യണമെന്നുണ്ട്. അല്ല, അത് ഇരുതലയിലും മൂർച്ചയുള്ള ഒരു വാളാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. അതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് അബ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് സിനിമയെ മാത്രമല്ല, രാഷ്ട്രീയത്തിലുമൊക്കെ. പിന്നെ എല്ലാത്തിനോടും പുച്ഛവും എല്ലാത്തിനോടും വിമർശനവും, അത് സ്വന്തം ഫ്രസ്ട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്ഥലമില്ലാത്തവർക്ക് അത് ഇടം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ആസ് എ ഹോൾ ഒരു വലിയ നമ്മുടെ ജനാധിപത്യത്തെ കുറെ കൂടി ശക്തമാക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയെ നമ്മൾ ഉൾക്കൊള്ളുകയും അതിനോട് അർത്ഥവത്തായി സംവദിക്കുകയുമാണ് വേണ്ടത്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ അതിനുണ്ടാവാം. ഒരു സിനിമയെ അത് ചിലപ്പോൾ അപകീർത്തിപ്പെടുത്താം, അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ വളരെ നിരർത്ഥകമായിട്ടുള്ള ഒരു സ്റ്റാർ വാറിലേക്ക് വേണമെങ്കിൽ ഒരു സിനിമയെ കൊണ്ടുപോകാം. ഇപ്പോൾ മിസ്റ്റർ ഫ്രോഡിൻ്റെ കാര്യത്തിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ
അവരുടേതായ ഒരു ജഡ്ജ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കത് അറിയാം ഏതാണ് ശരിയായിട്ടുള്ള സംഗതി എന്നുള്ളത്. എനിക്ക് സമയത്തിൻ്റെതായ വലിയൊരു പ്രശ്നം എൻ്റെ ഇത്തരം കാര്യങ്ങളിൽ ഡെഫിനറ്റായിട്ട് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചില സിനിമകളെങ്കിലും മോശമാകാനുള്ള സാഹചര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് വേണ്ട വിധം അതിനകത്ത് അറ്റൻഷൻ കൊടുക്കാത്ത വിധം രൂക്ഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു വലിയ റിഗ്രറ്റ് എനിക്കില്ല. കാരണം നമ്മൾ സിനിമയിൽ പ്രവർത്തിച്ചു, ആവശ്യത്തിലധികം സാമ്പത്തിക സുരക്ഷിതത്വവും പ്രശസ്തിയും തരുന്ന ഒരു മീഡിയം ആണ് സിനിമ. അപ്പം സിനിമയിൽ നിന്ന് ഇതെല്ലാം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും കൂടി വളരെയധികം പ്രസക്തമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ 8 വർഷങ്ങൾ കൊണ്ട് എൻ്റെ സഹപ്രവർത്തകർ, പ്രത്യേകിച്ച് വളരെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഗുണമുണ്ടാക്കാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം വഴി എൻ്റെ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രക്ഷുബ്ധമായ അന്തരീക്ഷമൊക്കെ ഒന്ന് കെട്ടടങ്ങി, സംഘടന വളരെ കെട്ടുറപ്പുള്ളതായി, അതിൻ്റെ സ്ട്രക്ചർ വളരെ സ്ട്രെങ്ത് ഉള്ളതായി. അതുകൊണ്ട് ഇപ്പോൾ ഒരു നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങൾ പണ്ടത്തെ പോലെ എനിക്ക് സമയം ചെലവഴിക്കേണ്ട കാര്യം. സിനിമയിലുള്ളവർ പലരും ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളെന്നും നിങ്ങൾക്കറിയാം. ചിലർ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചിലർ ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊന്നും ചെയ്യാത്ത ആളാണ് ഞാൻ. സിനിമാ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമായി. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി പോലും വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിനിമയിൽ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രീ മോഹൻലാൽ എന്നോടൊരു സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തിന് ഒരു ഡേ ടു ഡേ റണ്ണിങ് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അതിന് വളരെയധികം ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരൊക്കെയാണ് ആ സ്റ്റുഡിയോയ്ക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്ത് ഞങ്ങൾ തമ്മിൽ ആ സ്റ്റുഡിയോയിൽ ഒരു സഹകരണം ഉണ്ടായാൽ നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി. അപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയും, നമുക്ക് സിനിമയുടെ ഇൻഫ്രാസ്ട്രക്ചർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിനിമയിൽ പുതിയ തരം സിനിമകൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയും പുതിയ കഥകൾ വേണം, പുതിയ ട്രീറ്റ്മെൻറ്റ് വേണം. അതിനേക്കാൾ പ്രധാനമാണ് സിനിമയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്. നമുക്ക് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ മലയാള സിനിമയ്ക്ക് അഫോർഡ് ചെയ്യാവുന്ന റേറ്റിൽ ഇവിടെ അവൈലബിൾ ആകുമ്പോൾ മാത്രമേ മറ്റു തരത്തിലുള്ളൊരു സിനിമ സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ ഒരു NRI ഇൻവെസ്റ്റർ വരുമ്പോൾ അയാൾ ഇപ്പോഴും ചെയ്യുന്ന ഒരു സിനിമ പിടിക്കുക, പോവുക എന്നുള്ളതാണ്. പക്ഷേ നിലനിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവാറ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ആശയങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് എൻ്റെ സുഹൃത്ത്, അദ്ദേഹം ഡാം 999 എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ്, സോഹൻ റോയിയായിട്ട് ഞാൻ പങ്കുവച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏരീസ് ഗ്രൂപ്പ് ഞാനുമായിട്ട് ഇതിനകത്ത് സഹകരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു സംഗതി ഉണ്ടായത്. അപ്പോൾ ഞാൻ ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ ചെയ്തത് ഇത് വിസ്മയ സ്റ്റുഡിയോ ടേക്ക് ഓവർ ചെയ്ത് ഏതാണ്ട് 6 മാസം ആവുന്നതിന് മുമ്പ്, 5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സൗണ്ട് സ്റ്റുഡിയോ ആയിട്ട് ഇന്ന് വിസ്മയ വളർന്നിരിക്കുകയാണ്. ഏറ്റവും ഹയർ എൻഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് സംവിധാനമുള്ള ഒരേ ഒരു സ്റ്റുഡിയോ, ഡോൾബി സർട്ടിഫൈഡ് സ്റ്റുഡിയോ കേരളത്തിലിപ്പോൾ വിസ്മയ മാത്രമേ ഉള്ളൂ. VFXൻ്റെ വലിയൊരു ടീം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ ദിലീപിൻ്റെ ചിത്രം മര്യാദരാമൻ്റെ VFX എല്ലാം ഈ ടീമാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഞങ്ങൾ കേരളത്തിൽ സിലക്റ്റ് ആയിട്ടുള്ള കുറച്ച് തിയേറ്റേഴ്സ് എടുത്തിട്ട് അത് നവീകരിക്കാനുള്ള നമ്മളെപ്പോഴും പറയുന്ന തരത്തിലുള്ള ഒരു ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ആളുകൾക്ക് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം SL തിയേറ്ററാണ് ആദ്യമായിട്ട് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ 3 തിയേറ്ററുകളുടെ നവീകരണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാവില്ല, അത് ഞാൻ മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഒരിക്കലും ഉണ്ടാവില്ല.
സർക്കാർ തരുന്ന പദവികളിലും നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു ഇപ്പോഴത്തെ തീരുമാനമാണത്. ഒരു പിന്നെ കുറേയധികം നാളുകൾക്ക് ശേഷം പണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുക, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ തീർച്ചയായിട്ടും എൻ്റെ അജണ്ടയിൽ അടുത്തെങ്ങും ഇങ്ങനെയുള്ള സംഗതിയില്ല. തന്നല്ല അങ്ങനെ ഒരു മുഴുവൻ സമയ പ്രവർത്തനങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥയോ ഒന്നും എനിക്ക് തൽക്കാലമില്ല. ഞാൻ 100% എൻ്റെ സമയം സംഘടനാ പ്രവർത്തനത്തിന് വിനിയോഗിച്ച സിനിമാ സംഘടനകളുടെ, തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഞാൻ കേരളത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വത്തിലുണ്ട്, ഇന്ത്യയിലെ സംഘടനാ പ്രവർത്തനങ്ങളുടെ നേതൃത്വം. അപ്പോൾ എനിക്ക് സമയം ഒന്നിനും തികയുന്നില്ല എന്നുള്ളതാണ് സത്യം.